ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ സമൂസ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ സമോസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മസാലയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ 3 സവാള ഇവിടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ മസാല നല്ല രുചിയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ എത്രത്തോളം വഴറ്റുന്നോ അത്രയും നമ്മുടെ മസാല രുചികരമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് വഴറ്റാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി വേണ്ടത് നമുക്ക് ഇത് നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അല്പം ചതവ് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും വലിയ ജീരകവും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം അത് പച്ചയായി പോവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് പോവും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അല്പം മല്ലിയില കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം ആയി. ഇനി നമ്മൾ ഇതിലേക്ക് കറി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അല്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അല്പം ഗരം മസാലയും അല്പം ചിക്കൻ മസാല പൗഡറും. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മസാലകളൊക്കെ എല്ലാത്തിലും പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഞാനിവിടെ ചെറിയതായിട്ട് പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ഞാൻ ആദ്യം തന്നെ മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് എല്ല് കളഞ്ഞ് ചെറുതായിട്ട് പിച്ച് വെച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സമൂസയുടെ ഓല മടക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കടയിൽ നിന്നും വാങ്ങിച്ച ഒരു സമൂസയുടെ ഓലയുടെ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ആവശ്യം കുറച്ച് പശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു ലൂസ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല പശയായിട്ട് ലഭിക്കും. നമ്മുടെ സമൂസ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പശയാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സമൂസയുടെ ഓല ഇങ്ങനെയാണ് ചുറ്റുന്നത്. ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ഇതിലേക്കാണ് നിറക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓലയുടെ മറ്റേ ഭാഗം ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് എന്നിട്ട് ഇപ്പുറത്തേക്ക് ഒന്നും കൂടി മറിക്കുക. ആ കോണ് പോവാതെ നന്നായിട്ട്
മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് നമുക്ക് ഇത് മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സമൂസയുടെ ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് നന്നായിട്ട് പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഓല എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പം പിടിച്ചിട്ടൊന്നിങ്ങനെ നമ്മൾ കടലയൊക്കെ പൊതിയുന്ന പോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് മസാല നിറക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മസാല നിറക്കാം. ഇനി നമ്മൾ ആ തൂങ്ങി നിൽക്കുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് അടുപ്പിച്ച് കൊടുക്കുക. നമ്മുടെ സമൂസയുടെ ഷേപ്പ് പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇനി നമ്മളിത് പശ വെച്ചിട്ട് ഈ തലപ്പൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സമൂസകളെല്ലാം നമ്മൾ ചുറ്റി റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. സമൂസ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. രണ്ട് ഭാഗവും മറിച്ചിട്ട് ഒരുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും, നമുക്ക് കൂടുതൽ ടൈമൊന്നും വേണ്ട. അപ്പോൾ രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കൂടുതൽ സമയമൊന്നും വേണ്ട. നമ്മൾ എണ്ണയിലോട്ട് അത് ഇട്ട് കൊടുത്താൽ അല്പനേരം അപ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ സമൂസകളും ഒന്ന് പൊരിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ സമൂസയും നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ സെൻഡ് ചെയ്തിട്ട് അവരോടെല്ലാവരോടും കാണാനും പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് സമൂസ ഉണ്ടാക്കാനൊക്കെ അറിഞ്ഞില്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല ഒരു ഐറ്റവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോവുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.